തൃശൂരിലെ CPIഎമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചു. തളിപ്പറമ്പിൽ PK ശ്യാമളയും പേരാവൂരിൽ KK ശൈലജയും തന്നെ മത്സരിക്കും. CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്തു. ഇന്ന് തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റി ചേരും. മണ്ഡലം കമ്മിറ്റിയിൽ MV ഗോവിന്ദൻ പങ്കെടുക്കും. നിഖിൽ അളവൂർ ചേരുന്നു വിവരങ്ങളുമായി. നിഖിൽ, എല്ലാ കാര്യങ്ങളും അതിന്റെ അവസാന രൂപരേഖയിലേക്ക് തന്നെ മാറുകയാണോ? എന്തൊക്കെ വിശദാംശങ്ങളാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്നത്? CPIഎമ്മിന്റെ കണ്ണൂർ ജില്ലയിലെ 8 മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക നേരത്തെ തന്നെ അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നതാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും അംഗീകരിച്ച ഈ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഏതായാലും ഇപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റി കൂടി അംഗീകാരം നൽകുകയാണ്. ഇനി കീഴ്ഘടകങ്ങളിൽ ഈ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. അതിന്റെ ഭാഗമായാണ് ഇന്ന് തളിപ്പറമ്പിൽ മണ്ഡലം കമ്മിറ്റി യോഗം ചേരുന്നത്. CPIഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. ആ യോഗത്തിൽ തന്നെ ഈ സ്ഥാനാർത്ഥിത്വം റിപ്പോർട്ട് ചെയ്യും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും തളിപ്പറമ്പിലായിരുന്നു ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നത് മുതൽ വലിയ രീതിയിലുള്ള ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. ആ തളിപ്പറമ്പിൽ തന്നെ ആദ്യം ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അതും സംസ്ഥാന സെക്രട്ടറി തന്നെ പങ്കെടുത്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പുറമെ MV ജയരാജൻ, P ജയരാജൻ, KK ശൈലജ തുടങ്ങിയ മുതിർന്ന നേതാക്കളും പങ്കെടുത്തിരുന്നു. ഈ യോഗത്തിലാണ് ഏതായാലും ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത്. തളിപ്പറമ്പിലെ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനൊപ്പം തന്നെ നേരത്തെ പുറത്തു വന്ന വിവരം പോലെ പേരാവൂരിൽ KK ശൈലജ തന്നെ മത്സരിക്കും. അക്കാര്യത്തിനും ജില്ലാ കമ്മിറ്റി അംഗീകാരം നൽകിയിട്ടുണ്ട്. മറ്റ് മണ്ഡലങ്ങളിൽ, അതായത് പയ്യന്നൂരിൽ TI മധുസൂദനൻ, കല്യാശ്ശേരിയിൽ MV ജിൻ, അഴീക്കോട് KV സുമേഷ്, തലശ്ശേരിയിൽ കാരായി രാജൻ തുടങ്ങിയവരുടെ എല്ലാം തന്നെ സ്ഥാനാർത്ഥിത്വം കൂടി ജില്ലാ കമ്മിറ്റിയിൽ അംഗീകരിക്കപ്പെടുകയാണ്. ഏതായാലും CPIഎം ഈ മണ്ഡലം കമ്മിറ്റികൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് പിന്നാലെ അടുത്ത ഘട്ടം പ്രചാരണം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക്